ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് നീറ്റ് 2021 അതായത് റീസെന്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിക്കവാറും ഈ ഒരു അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ എന്താണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വീണ്ടും വീണ്ടും വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സം ഓഫ് ദ organisms can fix atmospheric nitrogen in specialized cells called sheath cells. Okay, sheath cell അല്ല എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആ ഒരു സെല്ലിനെ വിളിക്കുന്ന പേരാണ് heterocyst അല്ലേ? അപ്പോൾ ഫസ്റ്റ് വൺ is wrong. Okay, fusion of two cells is called karyogamy. karyogamy എന്നാണോ നമ്മൾ വിളിക്കുന്നത്? അല്ല, സിംഗമി എന്ന് നമുക്ക് വിളിക്കാം, അല്ലെ ബ്രോഡ് ആയിട്ട് നമുക്ക് അതിനെ പ്ലാസ്മോഗമി എന്ന് വിളിക്കാം. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ മക്കളെ? യെസ്. അടുത്ത നോക്കിയേ, ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസംസ് ബിറ്റ്വീൻ ടു മൂട്ടൈൽ ഓർ നോൺ മൂട്ടൈൽ ഗമീറ്റ്സ് ഇസ് കോൾഡ് പ്ലാസ്മോഗമി അല്ലെ? രണ്ട് ഗമീറ്റ്സ് അല്ലെ, ആ ഗമീറ്റ്സ് തമ്മിലുള്ള ആ ഒരു ഫ്യൂഷൻ, ആ ഒരു സെൽസിന്റെ ഫ്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പ്ലാസ്മോഗമി എന്ന് തന്നെയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ആൻസർ നമുക്ക് കിട്ടിയ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ വെറുതെ ഒന്ന് വായിച്ചു നോക്കാം. ഓർഗാനിസംസ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ലിവിംഗ് പ്ലാന്റ്സ് ആർ കോൾഡ് സാപ്രോഫൈറ്റ്സ്. ലിവിംഗ് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ, ലിവിംഗ് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ നമ്മൾ സാപ്രോഫൈറ്റ്സ് എന്നാണോ വിളിക്കുന്നത്? ഒരിക്കലും അല്ല, അതിനെ വിളിക്കുന്ന പേരാണ് പാരസൈറ്റ് അല്ലെ? പാരസൈറ്റ്സ് ആണ് ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു ആൻഡ് ബൈ ബൈ.